എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് PSC എക്സാമുകൾക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. ആൻസർ KSFE. KSFE ആണ് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രം. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രം. ആൻസർ ഭൂതലം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത്. ആൻസർ CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. 2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത്. 2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത്. ആൻസർ കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2025 US ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത്. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. ഓപ്പറേഷൻ ഷൈലോക്ക്. ഓപ്പറേഷൻ ഷൈലോക്ക് ആണ് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് ഫർഹാനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം. ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി. ആൻസർ തമിഴ്നാട്. തമിഴ്നാടാണ് 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി. കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്? കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്? ആൻസർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഊർജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്. ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതി. ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതി. ആൻസർ സിറ്റിസൺ കണക്ട് സെൻറ്റർ. സിറ്റിസൺ കണക്ട് സെൻറ്ററാണ് ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതി. 15ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? 15ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഗാസിയാബാദ്. ഗാസിയാബാദാണ് 15ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്ഥലം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല. ആൻസർ ആദി സംസ്കൃതി.
ആദി സംസ്കൃതിയാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല? നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി? നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ആൻസർ സുശീല ഹാർക്കി. സുശീല ഹാർക്കിയാണ് നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. 2025 സെപ്റ്റംബറിൽ തപ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം? 2025 സെപ്റ്റംബറിൽ തപ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം? ആൻസർ ചൈന. ചൈനയിലാണ് 2025 സെപ്റ്റംബറിൽ തപ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്? 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്? ആൻസർ ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോയാണ് 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയതാര്? 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് ആര്? ആൻസർ ജെയ്സ്മിൻ ലാംബോറിയ. ജെയ്സ്മിൻ ലാംബോറിയയാണ് 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത്. തിരുവനന്തപുരത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി? തിരുവനന്തപുരത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ പ്രോജക്റ്റ് അനന്ത. പ്രോജക്റ്റ് അനന്തയാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം? 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം? ആൻസർ ചെന്നൈ. ചെന്നൈയാണ് 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് CGGSന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം? ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? ആൻസർ കൻ്റോൺമെൻറ്റ് റെയിൽവേ കോളനി. കൻ്റോൺമെൻറ്റ് റെയിൽവേ കോളനിയാണ് ബംഗളൂരുവിലെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ? മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ? ആൻസർ ഭൈരാബി സൈരംഗ്. ഭൈരാബി സൈരംഗാണ് മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ. ഇൻ്റർനാഷണൽ വേൾഡ് ടാലൻറ്റ് റാങ്കിംഗ് 2025 ഇന്ത്യയുടെ റാങ്ക്? WTRൽ 2025 ഇന്ത്യയുടെ റാങ്ക്? ആൻസർ 63. 63ാം റാങ്കാണ് WTRൽ ഇന്ത്യയുടെ റാങ്ക്. യുനെസ്കോ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ വർക്കല കുന്നുകൾ. വർക്കല കുന്നുകളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം. ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഗോലാഘട്ട്, അസം. അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി
അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ സല്ലാപം. സല്ലാപം എന്ന പദ്ധതിയാണ് ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി.